ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖിലപരിതാപപ്രശമനീ. പുനശ്ചാന്ദേ സ്വാന്ദേ വിമലപരിബോധോദയമിളത് മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഭവത് ഭക്തി, നിന്തിരുവടിയിലുള്ള ഭക്തി മാത്രമേ. താവത് ത്വദ്ഗുണരസാത്, അവിടുത്തെ ആനന്ദരസത്താൽ. പ്രമുഖ മധുര, തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ. ഭഗവാനിലുള്ള ആ ഭക്തി മാത്രമാണ് വളരെയധികം ആനന്ദം തരുന്നതും അതുപോലെ തന്നെ തുടക്കത്തിലത് വളരെ മധുരമായിട്ടാണ് അനുഭവപ്പെടുക. കിമപി ആരൂഢാ ചേത്, കിമപി കുറച്ച്, ആരൂഢാ ചേത് വളർന്നുവെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും, അഖില പരിതാപ എല്ലാ ദുഃഖങ്ങളെയും നിശേഷം പ്രശമനി ഇല്ലാതാക്കുന്നു, നിശേഷം ഇല്ലാതാക്കുന്നു. ഭക്തി തുടക്കത്തിൽ വളരെ മധുരമായിട്ട് അനുഭവപ്പെടും. കുറച്ചുകൂടെ ഭക്തി കൂടുതലായി വളർന്നു വരുമ്പോഴോ എല്ലാ ദുഃഖങ്ങളെയും അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പുന അന്തേജ സ്വാന്തേ, പിന്നെ അവസാനത്തിലാകട്ടെ, സ്വാന്തേ മനസ്സിൽ, വിമല പരിബോധോദയമിളത് തെളിഞ്ഞ അറിവോടുകൂടിയ, അറിവിൻ്റെ ഉദയത്തോടുകൂടിയ ചേർന്ന പരമാനന്ദത്തിൻ്റെ, മഹാനന്ദാദ്വൈതം പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ വിശദി പ്രദാനം ചെയ്യുന്നു. വളരെയധികം ഭക്തി മനസ്സിൽ വളർന്നുണ്ടായി കഴിയുമ്പോഴും എല്ലാ അറിവുകളും ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും, ആ അറിവിൻ്റെ ആ ഉദയമുണ്ടാകും ഉള്ളിൽ. തെളിഞ്ഞ അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പരമാനന്ദമാകുന്ന ആ ഐക്യത്തെ, അതായത് ബ്രഹ്മം എന്താണ് എന്ന് അറിയും. അത അപരം കിം പ്രാർത്ഥ്യം, ഇതല്ലാതെ അപരം വേറെ, കിം പ്രാർത്ഥ്യം എന്തൊന്നാണ് ആവശ്യപ്പെടേണ്ടത്, ഇതല്ലാതെ വേറെ എന്താണ് നമുക്ക് വേണ്ടത്, വേറെ എന്താണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. ജീവിതത്തിൽ സുഖവും അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ നാശവും ഒടുവിൽ മോക്ഷവും കിട്ടുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും വേണ്ട. അത് മൂന്നും, സുഖവും കിട്ടും, ദുഃഖശമനവും കിട്ടും, മോക്ഷവും കിട്ടും, ഭക്തി കൊണ്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. അതുതന്നെ, ആ ഭക്തി തന്നെ എൻ്റെ ഈ രോഗങ്ങൾ മൂലമുള്ള എല്ലാ ദുരിതങ്ങളും മാറ്റിക്കൊള്ളും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ക്ലേശങ്ങളെല്ലാം മാറ്റി കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ഓരോ ശ്ലോകത്തിലും പറയുന്നത്. ഭഗവാനിലുള്ള ആ ഭക്തി, ഉറച്ച ഭക്തി, ഭഗവാന്റെ ഗുണങ്ങളെ കൊണ്ട് തുടക്കത്തിൽ തന്നെ നല്ല രസകരമായിരിക്കും. ആ ഭക്തി കുറച്ച് വളർന്നു വരുമ്പോഴോ സർവ്വ ദുഃഖങ്ങളും നശിക്കും. അവസാനം മനസ്സ്
തെളിഞ്ഞ അറിവോടുകൂടി, അറിവിൻ്റെ ഉദയത്തോടുകൂടിയ പരമാനന്ദവുമായിട്ട് ഒന്നു ചേരുന്നു. വേറെ എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? എനിക്ക് ഭക്തി ഉണ്ടാകണേ, ഭക്തി വളർന്നു വളർന്നു വരണേ, ആ ഭക്തി അതിൻ്റെ ഉന്നതിയിലെത്തി എല്ലാ അറിവുകളും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങണേ, എൻ്റെ എല്ലാ ദുഃഖങ്ങളും അതുമൂലം എൻ്റെ എല്ലാ ദുരിതങ്ങളും എൻ്റെ എല്ലാ രോഗക്ലേശങ്ങളും ആ ഒരു ഭക്തി കൊണ്ട് മാത്രം മാറുമെന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ഭജിക്കുന്നതിൽ എനിക്ക് താല്പര്യം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.